നമസ്കാരം. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. തൽക്കാലം പോരില്ലാതെ സർക്കാർ പറയുന്നത് പോലെ കേൾക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഗവർണറെ പുകഴ്ത്തിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ദേശാഭിമാനിയുടെ ലേഖനത്തിലാണ് ഈ പുകഴ്ത്തൽ നടത്തിയത്. അതോടൊപ്പം മുൻ ഗവർണറുടെ പ്രവൃത്തിയെ വിമർശിക്കുന്നുമുണ്ട്. ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചെയ്തികൾ എന്നും പിണറായി സർക്കാരിനെ ചൊടിപ്പിക്കുന്നതായിരുന്നു. സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളോടും വിരോധം വെച്ചു പുലർത്തുന്ന നിലപാടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റേത്. സർവകലാശാലകളിലും ഗവർണർ തന്റെ നയം നടപ്പിലാക്കാനാണ് ശ്രമിച്ചത്. അവിടെയൊക്കെ സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ പാടെ തള്ളിക്കളയുന്ന സമീപനമായിരുന്നു മുൻ ഗവർണർ സ്വീകരിച്ചത്. സർക്കാരിന്റെ എല്ലാ ചെയ്തികളോടും ഒരു തുറന്ന പോരായിരുന്നു ഗവർണറുടെ നയം. സർക്കാരിന്റെ ഏത് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയാലും അവിടെ മുഖ്യമന്ത്രിയെ വിമർശിക്കുക പതിവ് കാഴ്ചയായിരുന്നു. എന്തായാലും സംഘ്യ തീരുമാനങ്ങളുമായി കേരളം ഭരിക്കാനെത്തിയ ആരിഫ് ഒടുവിൽ ഒന്നും നടക്കാതെ വാലും ചുരുട്ടി പോകേണ്ട അവസ്ഥയായിരുന്നു. സർക്കാർ ഗവർണർ പോര് ഒടുവിൽ ഗവർണറുടെ യാത്രയയപ്പ് ചടങ്ങിൽ വരെ പ്രതിഫലിച്ചിരുന്നു. ആരിഫിന് ശേഷം വന്ന ആർലേക്കർ സർക്കാരിനോട് പോര് തുടരും എന്നാണ് പലരും കരുതിയത്. എന്നാൽ തൽക്കാലം സർക്കാരിനിട്ട് ഒരു കൊട്ടു മാത്രമേ നൽകിയിട്ടുള്ളൂ. ഗവർണർ ചുമതലയേൽക്കുന്നതിന് മുമ്പ് 2 സുരക്ഷാ ജീവനക്കാരെ മാറ്റി സർക്കാർ മിടുക്കു കാണിച്ചെങ്കിലും ആ പണിക്ക് ഗവർണർ കൊട്ടുക തന്നെ ചെയ്തു. ഒടുവിൽ ആ പഴയ ഉദ്യോഗസ്ഥരെ തിരികെ കൊണ്ടുവന്നു. എന്നാൽ നിലവിൽ സർക്കാരുമായി തൽക്കാലം ഒരു കൊമ്പുകോർക്കൽ വേണ്ട എന്നാണ് പുതിയ ഗവർണറുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് നയപ്രഖ്യാപന ദിവസം നിയമസഭയിൽ കണ്ടത്. പുതിയ ഗവർണറുടെ പുത്തൻ നയങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്നത്. കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഭരണഘടനാ ചുമതല നിർവഹിക്കാൻ ഗവർണർ തയ്യാറായെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഊന്നൽ നൽകിയുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ നടത്തിയത്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും വ്യത്യസ്തമായാണ് സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കാൻ പുതിയ ഗവർണർ തയ്യാറായെന്നും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടായെങ്കിലും അതിന്റെ പേരിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഗവർണർ തയ്യാറായില്ല എന്നത് സ്വാഗതാർഹമാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്നും സമാനമായ സമീപനം ഉണ്ടാകുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് തൽക്കാലം സർക്കാരുമായി ഗവർണർ ഉടനെ ഉടക്കാൻ നിൽക്കാത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.